ഹജ്ജിൻ്റെ കാലമാണ്. ഹജ്ജാജികൾ മക്കയിലും മദീനയിലും മുസ്ദലിഫയിലുമൊക്കെ ധന്യമാക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ പലപ്പോഴും സംശയമുണ്ടാകും, എന്താണ് ഈ ഹജ്ജ്? ഹജ്ജിൻ്റെ വാർത്തകളൊക്കെ പത്രങ്ങളിൽ കാണും, ചാനലുകളിലൊക്കെ കാണാം, വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണാം. എന്താണ് ഹജ്ജ്, എങ്ങനെയാണ് ഹജ്ജ് എന്ന ആ കൗതുകം നികത്തുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു മദ്രസ. ഈ ഹജ്ജ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഹജ്ജ് നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു നൽകുകയാണ് കാസർഗോഡ് ജില്ലയിലെ റഹ്മത്ത് നഗരിയിലെ അൽ മദ്രസത്തുൽ ബദരിയ. വിദ്യാർത്ഥികൾക്കായി ഇവർ ഹജ്ജിൻ്റെ പ്രായോഗിക പരിശീലനമാണ് സംഘടിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഹജ്ജിൻ്റെ മഹത്വവും വിശുദ്ധ കർമ്മങ്ങളുടെയും ആത്മാർത്ഥതയും നേരിട്ട് അനുഭവപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. മദ്രസ മുറ്റത്ത് പ്രത്യേകമായി കഅബയുടെ മാതൃക ഒരുക്കി 100ഓളം വിദ്യാർത്ഥികൾ ഇഹ്റാം ധരിച്ച് ഹജ്ജാജിമാരായി പരിശീലനത്തിൽ പങ്കെടുത്തു. തവാഫ്, സഫ, മർവ, സഅയ്, ജംറകളിലേക്കുള്ള കല്ലേറ്, മിനയിലെ താമസം തുടങ്ങി ഹജ്ജിൻ്റെ പ്രധാന ഘട്ടങ്ങളെല്ലാം പ്രായോഗികമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഇതിലൂടെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകളും ഹജ്ജിൻ്റെ ആത്മീയ സന്ദേശവും കുട്ടികൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി. പരിശീലന പരിപാടികൾക്ക് സദർ മുഅല്ലിം റംഷിദ് അർഷദി നേതൃത്വം നൽകി. മഹൽ ഖത്തീബ് അബ്ദുസ്സലാം അസ്ഹരി കയ്യം, അബ്ദുൾ റസാഖ് ഫൈസി, ഇബ്രാഹിം മദനി, അബ്ദുറഹ്മാൻ അസ്നവി, ഇബ്രാഹിം ഹനീഫി, സിദ്ദീഖ് മൗലവി എന്നിവർ ക്ലാസുകളും നിർദ്ദേശങ്ങളും നൽകി. മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് എഞ്ചിനീയർ ഷംസുദ്ദീൻ ഹാജി, സെക്രട്ടറി ഗഫൂർ സ്റ്റോർ, ട്രഷറർ സയ്യിദ് ഹനീഫ തങ്ങൾ, PTA പ്രസിഡന്റ് അലി ബദ്രിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇത്തരം പരിപാടികളൊക്കെ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അവർക്ക് കൂടുതൽ പ്രായോഗികമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടുതൽ അവരെ ചിന്തിപ്പിക്കുവാനും ഒക്കെ ഉപകരിക്കും എന്നുള്ളതാണ് ഇത്തരം പരിപാടികൾ കൊണ്ടുള്ള ഏറ്റവും മെച്ചം. Waytonikah.com, the exclusive Muslim matrimonial site.